നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകും. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കേസിൽ പ്രതിയായ കാര്യം കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി സൈഫുനീസ അലിയാർ ചേരുന്നു. സൈഫുനീസ, ഗുഡ് മോർണിംഗ് സൈഫുനീസ. എന്തായാലും പൾസർ സുനിയെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചുവെന്ന് തോന്നുന്നു അന്വേഷണ സംഘം. ജാമ്യം റദ്ദാക്കാനാണ് തീരുമാനം. എന്തായാലും പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബലത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ പോവുകയാണ്. വിചാരണ കോടതിയിലാകും റിപ്പോർട്ട് നൽകുക. കാരണം കർശന ജാമ്യ വ്യവസ്ഥകളോടെയായിരുന്നു സുപ്രീം കോടതി ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. അതിലെ ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിൽ ജാമ്യ വ്യവസ്ഥയിലെ മൂന്നാമത്തെ ക്ലോസ് തന്നെ ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ ജാമ്യം റദ്ദാക്കപ്പെടും എന്നുള്ളതായിരുന്നു. അതായത് നേരത്തെ സാധാരണഗതിയിൽ പ്രതികൾക്ക് കൊടുക്കുന്ന ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കുമെന്നുള്ളതാണ്. പക്ഷേ പൾസർ സുനിയുടേത് കർശന ജാമ്യ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ വിചാരണ കോടതി അന്ന് വെച്ചിരുന്ന ക്ലോസ് ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടാൽ തന്നെ ജാമ്യം റദ്ദാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ പോകുന്നത്. ഇന്നലെ തന്നെ കുറുപ്പുംപടി പോലീസ് ക്രൈംബ്രാഞ്ചിനും ഒപ്പം തന്നെ കോടതിക്കും ഇയാൾ കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നും ഹോട്ടലിൽ അതിക്രമം കാണിച്ചു എന്ന റിപ്പോർട്ട് ഇന്നലെ തന്നെ കുറുപ്പുംപടി പോലീസ് നൽകിയിരുന്നു. അത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ വിചാരണ കോടതിയിൽ ജാമ്യം റദ്ദാക്കി ഇയാളെ ജയിലിൽ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ പൾസർ സുനി ഈ ഹോട്ടലിലെത്തി അതിക്രമം കാണിക്കുകയും കേസിൽ പ്രതിയാവുകയും ചെയ്തത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ പോലും കേസിൽ പ്രതിയായി എന്ന കാരണം കൊണ്ട് തന്നെ ഇയാളെ ജാമ്യം റദ്ദാക്കി ജയിലിൽ അടയ്ക്കാം എന്നുള്ളതാണ്. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്ന കാര്യം ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ടിൽ നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റൊരു കേസ്, ഈ നടിയെ ആക്രമിച്ചതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു വിഷയവും അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ഉപയോഗിക്കുന്നത് ഏകദേശം 20 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു കാറാണ്. അത് എറണാകുളത്തുള്ള ഒരാളുടെയാണ്. ഇയാളുടെ ആയിട്ടുള്ള പങ്ക് എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പൾസർ സുനി ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നടത്തിയിരിക്കുന്നതെല്ലാം വാട്സപ്പ് കോളുകളാണ്. ആ വാട്സപ്പ് കോളുകൾ സംബന്ധിച്ച് സൈബർ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ, എന്തായാലും നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിയെ കൂട്ടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ജാമ്യത്തിലിറങ്ങി കടയിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ അത് വരാൻ വൈകി എന്നോർത്ത് എന്ന് ദേഷ്യപ്പെട്ട് ആ കടക്കാരനെ ആക്രമിക്കുക, അവിടെ നിന്ന് ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുക, അങ്ങനെ അതിക്രമം നടത്തുക എന്നതാണ് അയാൾക്കെതിരെ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസ്.